ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാനൊരു ചെറിയൊരു സന്തോഷം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ വേറൊന്നുമല്ല, നമുക്ക് 10K സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അപ്പോൾ ഇതിനൊക്കെ കാരണം നിങ്ങളും കൂടിയാണ്, നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉള്ളത് കൊണ്ടാണ്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം നോമ്പിനാണ് എനിക്ക് 1K സബ്സ്ക്രൈബ് ആയത് കേട്ടോ. അപ്പോൾ അന്ന് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് 1K അടിക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ 2-3 കൊല്ലമാവാനായി തുടങ്ങിയിട്ട്, പക്ഷെ ഇപ്പോഴാണ് പോയ നോമ്പിന് 1K ആയി. അപ്പോൾ ഇപ്പോഴത്തെ നോമ്പിന് നമുക്ക് 10K ആയിട്ടോ, അൽഹംദുലില്ലാ. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരോടും ഭയങ്കര നന്ദിയുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അപ്പോൾ എല്ലാവരും ഇനിയും വിവരങ്ങൾ എത്താൻ വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക കേട്ടോ. പിന്നെ ഞങ്ങളപ്പോൾ ചെറിയൊരു കേക്ക് വാങ്ങിയിട്ട് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിതാ നോമ്പ് തുറന്നിട്ടാണ് കേക്ക് മുറിക്കുന്നത്. അപ്പോൾ ചെറിയൊരു കേക്ക് പോയി വാങ്ങിക്കുക എന്നുള്ളൊരു പ്ലാനാണ്. അപ്പോൾ ഇതുവരെ ഞാനൊന്നും ആഘോഷിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് ചെറിയൊരു കേക്ക് വാങ്ങി കുട്ടികൾക്ക് വേണ്ടി ഒന്ന് ആഘോഷിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അമ്മേൻ്റെ വക കുട്ടികൾക്ക് വളയും ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ഒന്ന് ഫാൻസി കടയിലൊക്കെ പോയിട്ട് അങ്ങനെ കേക്കൊക്കെ മേടിച്ചിട്ട് അങ്ങനെ വന്നിട്ടാണ് കേട്ടോ കട്ട് ചെയ്യണത്, നോമ്പൊക്കെ തുറന്നിട്ട്. അപ്പം ഞാൻ പോയിട്ട് വന്നിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ കുറച്ച് നേരം കടന്നൊക്കെ ക്ഷീണിച്ചോട്ടെ പോകണം. അപ്പോൾ ചൂടായ കാരണം നിറയെ മുഖത്ത് ചൂടൂരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നോമ്പെടുത്തതിൻ്റെ ക്ഷീണമുണ്ട്. അപ്പോൾ നല്ല എത്ര നേരമായിട്ടും 5 മണി 5:30 ആയിട്ടും വെയിലിൻ്റെ ചൂട് പോകണില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും പാടെ ഓട്ടോയിൽ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ടിക്കു റിയാസ് തന്നെ കണ്ടതും അങ്ങനെ പിന്നാലെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ടിക്കുവിനെ കൊണ്ട് ഇങ്ങനെ കിന്നാരം പറഞ്ഞിട്ട് അങ്ങനെ നിന്നു. പിന്നെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ പിന്നെ എവിടെ പോകുമ്പോഴും പിന്നാലെ ഉണ്ടാവും. പിന്നെ നമ്മുടെ ടിക്കും പിന്നാലെ വരും കേട്ടോ. റിയാസ് ഖാൻ്റെ വണ്ടി കണ്ടാൽ മതി, അപ്പോൾ വരും ആൾ വന്ന് വാലാട്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അത് ആ സൗണ്ട് ഇടുന്നത് കേൾക്കാൻ നല്ല രസമാണ്. അപ്പോൾ അത് ഇത്തിരി നേരം ഒന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നിന്നിട്ടാ. പിന്നെ അങ്ങനെ ഞങ്ങൾ വേഗം പോയി. അപ്പോൾ റിയാസ് ഖാൻ്റെ വണ്ടീൻ്റെ സൗണ്ട് കേട്ടാൽ മതി, അപ്പം മൂപ്പര് എവിടെ ഉണ്ടെങ്കിലും ഇങ്ങനെ ഓടി വരും കേട്ടോ നമ്മുടെ ടിക്കും. പിന്നെ ഞങ്ങളങ്ങനെ ആദ്യം മേലാമുറിയിൽ, ഇതാണ് നമ്മുടെ പാലക്കാട് മേലാമുറിയിൽ കുമ്മാഗോൾഡിൽ കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ വന്നിട്ട് ആദ്യം റിൻഷിമോൾക്കും ബ്രജിക്കുട്ടിക്കും ഫാത്തിമാക്കും എനിക്കും ഉമ്മാക്കും ഒക്കെ വള മേടിച്ചു കേട്ടോ. കുപ്പിയോളം ഇട്ട് മേടിച്ചത്, ഞാനെപ്പോഴും കുപ്പിയോളം ഇട്ട് ഇടും. പിന്നെ കുറേ ആയിട്ട് കടയിലേക്കൊന്നും പോകാത്ത തന്നെ വാങ്ങലില്ല കേട്ടോ. കൈത്തെ വളയൊക്കെ പൊട്ടി കൈ മുട്ടായി കിടക്കുന്നു. പിന്നെ ഇപ്പോൾ എന്തായാലും ഇനി പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ മേടിക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഫെൻസ് കടയിൽ അങ്ങനെ നിന്ന്, പിന്നെ കുട്ടികൾക്ക് മാലയും ഒക്കെ മേടിച്ചിട്ട് ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. അപ്പോൾ ഫാൻസി ഇത് നമ്മുടെ പഴയ ഒരു ഫാൻസി കടയാണ്. പക്ഷേ ഇവിടെ പുതിയ പുതിയ നല്ല മാല ഐറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്കുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ നല്ല നല്ല മുത്തുമണികളുള്ള മാലകളൊക്കെ ഉണ്ട് കേട്ടോ, കളർഫുള്ളായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മേടിച്ച് ഞങ്ങളങ്ങനെ 10-200 രൂപേൻ്റെ സാധനമൊക്കെ മേടിച്ചിട്ട് ഞങ്ങളങ്ങനെ കേക്ക് വാങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു കേക്ക് കടയിൽ പോയപ്പോൾ അവിടെ നമ്മുടെ കേക്കേ ഇല്ല. അപ്പോൾ പിന്നെ വേറൊരു കടയിൽ കയറിയിട്ടാ. അങ്ങനെ ഞങ്ങൾ വേറൊരു കടയിൽ കയറി സാധാ കേക്കാട്ടോ എടുത്തത്. ഇതൊക്കെ നമുക്ക് റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഞങ്ങളൊരു സാധാ കേക്ക് നോക്കി അങ്ങനെ എടുത്തിട്ട് അങ്ങനെ വീട്ടിലേക്ക് വന്നു കേട്ടോ. ഇനി നമുക്ക് വാങ്ങൊക്കെ വിളിച്ച് നോമ്പൊക്കെ തുറന്നിട്ട് മെല്ലെ കേക്കൊക്കെ ഒന്ന് മുറിക്കണം. പിന്നെ അമ്മമാർക്ക് തിരുമ്പാനൊരു ബക്കറ്റും അമ്മ മേടിച്ചിട്ടുണ്ട് കേട്ടോ, അലക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പെയിൻറ്റ് ബക്കറ്റ്. പിന്നെ നമ്മുടെ കേക്കാണ് കേട്ടത്. അപ്പോൾ അവിടെ നിന്ന് എഴുതണമെന്നൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ടൊന്ന് തുറന്ന് നോക്കിയതാണ്. അപ്പോൾ 10K സബ്സ്ക്രൈബ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഫാസ്ല റിയാസൊന്നും കൊടുത്തിട്ടുണ്ട്. പിന്നെ റിൻഷിമോൾ അതിൻ്റെ മേലെ മുട്ടായിനൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവളുടെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞത് നോമ്പൊക്കെ തുറന്നിട്ട് പിന്നെ കേക്കൊക്കെ മുറിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഉള്ള ടേബിളിനൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും അവിടെ നിന്നിട്ട് റിയാസ്ക്ക് ഇമ്മയും ഉമ്മ ബർത്ത്ഡേക്ക് ഒന്നും ഉമ്മ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഉമ്മാക്ക് ഈ ഒരു കേക്ക് അപ്പോൾ ഉമ്മാനിയൊക്കെ നിന്ന് നന്നായിട്ട് നമുക്ക് മുറിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞിട്ട് പിന്നെ റിയാസ്ക്ക് വന്ന ശേഷം ഞങ്ങളെല്ലാവരും പാടെ നിന്ന് കേക്ക് മുറിക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും നിന്നിട്ട് കൈയൊക്കെ കൊട്ടിയിട്ട് ബർത്ത്ഡേ ആഘോഷിക്കണ പോലെ. അപ്പോൾ ഞാൻ പറഞ്ഞ ബർത്ത്ഡേ ഇല്ല, നമുക്ക് 10K അടിച്ചതിൻ്റെ ഒരു ഇതാണ്. അപ്പം എല്ലാവരും കുട്ടികളും ഉമ്മയും ഞാനൊക്കെ കൈയടിച്ചിട്ട് ഇങ്ങനെ കേക്ക് മുറിക്കാൻ കേട്ടോ. പിന്നെ അപ്പോൾ ഇനി അങ്ങനെ ഞങ്ങളെല്ലാവരും ഓരോ പീസൊക്കെ എടുത്ത് ഞാനുമ്മാക്ക് മുറിച്ച് വായിലൊക്കെ ഇട്ട് കൊടുത്ത്. അപ്പോൾ കൂട്ടുകാരെ എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം. അമ്മ പൊരിഞ്ഞ കയ്യടിയിലാണ് കേട്ടോ.
അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ ഉയരങ്ങളിലെത്തട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് ഈ സമയം. അപ്പോൾ ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് 10K അടിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയും തുടർന്നും നിങ്ങളൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി ഇത്രയും ഉള്ളൂ കേട്ടോ. നമ്മൾ വീഡിയോ ഒന്നും പിന്നെ അധികം എടുത്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു. അപ്പോൾ പുതുതായിട്ട് ഇനിയും നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഓരോ ലൈക്ക് അടിക്കുക. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചിട്ട് റീസിൻ്റെ കൂട്ടുകാരനിക്കും പിന്നെ നമ്മുടെ തൊട്ടടുത്തവർക്കും ഒക്കെ എല്ലാവർക്കും ഓരോ പീസ് കൊടുത്തുട്ടാ. അപ്പോൾ ഇനിയും നമുക്ക് കൊടുക്കാനൊക്കെ കൂട്ടുകാരൊക്കെ ഉണ്ട്. പക്ഷെ ആരും നോമ്പൊക്കെ അല്ലേ, അപ്പോൾ പകലും നമുക്ക് കേക്ക് മുറിക്കാനും പറ്റില്ല. പിന്നെ വൈകുന്നേരം എല്ലാവരും നോമ്പ് തുറക്കുന്ന സമയമായിരിക്കും, നോമ്പ് തുറന്ന് റെസ്റ്റിലിരിക്കുന്ന സമയങ്ങളായിരിക്കും. പിന്നെ ഓതാനും ത്രാവിസ്കാരം ഒക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മുടെ കൂട്ടുകാരൊന്നും പിന്നെ അധികം ആരും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ഉള്ളവരും പിന്നെ നമ്മുടെ റയീസ് കുട്ടിൻ്റെ ചെറിയ 2 കൂട്ടുകാരന്മാരും ഒക്കെ അവർക്കൊക്കെ കൊടുത്തു. പിന്നെ നമ്മുടെ തൊട്ടടുത്തവർക്കും ഒരു പീസ് കൊടുത്തു. പിന്നെ ഇവർക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കേക്ക് മുറിച്ചാൽ പിന്നെ ഒന്നും കിട്ടില്ല. പിന്നെ എല്ലാവരും നമ്മുടെ ഫാത്തിമക്കുട്ടി ആദ്യമൊന്നും കേക്കൊന്നും തിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോഴൊക്കെ കൊടുത്താൽ കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സന്തോഷം. അപ്പോൾ കൂട്ടുകാരെ, ഇനി അധികം ഞാൻ വീഡിയോ നീട്ടുന്നില്ല. നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നാളെ വരാം. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.